ഹായ് ഓൾ, നമുക്ക് മെസ്സേജസ് ആയിട്ടും കമൻസ് ആയിട്ടും കോൾസ് ആയിട്ടൊക്കെ ഈ അടുത്ത് വരുന്ന ഒരു ചോദ്യമാണ് ബാങ്ക് എക്സാംസ് 3 മാസത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 3 മാസത്തിൽ ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യെസ് പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ടൈം അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിലിംസിൻ്റെ നമ്മുടെ ബാങ്ക് എക്സാം പ്രിലിംസിന് വരുന്നത് 100 ക്വസ്റ്റ്യൻസ് 1 hour അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 1 hour അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പ്രാക്ടീസ് ആവശ്യമാണ്. 1 minute പോലും നമുക്ക് എന്തെടുക്കാനില്ല, ഒരു ക്വസ്റ്റിന് കൊടുക്കാനില്ല. 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. 1 minute പോലും ഒരു ക്വസ്റ്റിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു 500+ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നമ്മൾ കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. ഒത്തിരി സ്പീഡ് ആവശ്യമാണ് നമുക്ക്. അപ്പോൾ ആ ഒരു മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് 1 hour ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ഹാർഡ് വർക്ക്, നല്ല രീതിയിലുള്ളൊരു ഹാർഡ് വർക്ക് നമുക്കവിടെ കൊടുത്താലായിരിക്കും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു 10 to 15 hours എങ്കിലും നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. 10 to 15 hours എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത്. അതെ, പോസിബിൾ ആണ്. അതെപ്പോഴാണെന്ന് വെച്ചാൽ മൂന്നാമത്തെ കണ്ടീഷൻ, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ. അതായത് നമുക്ക് ഈ ബാങ്ക് എക്സാം ഈ ഒരു 3 മാസത്തിൽ തന്നെ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഈ ബാങ്ക് ജോലി തന്നെ വേണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് പഠിച്ചാലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്രയും നേരം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവുക. അതിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. ബാങ്കിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസാണ്. നമുക്കറിയാം ബാങ്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആകെ 4 സബ്ജക്റ്റാണ് വരുന്നത്: മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ ഒരു 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്ക് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ടോപ്പിക്സ് എല്ലാം അറിയാം. പക്ഷേ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ഈ മാത്സ് എന്ന് പറയുന്ന ഒരു സാധനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ അതേസമയം സയൻസ് സബ്ജക്റ്റ് തന്നെ എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ബിടെക്, BSc മാത്സ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റും. മാത്സ് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പോർഷൻസ് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സെക്ഷനിലായിരിക്കാം. കുറച്ചധികം ബൈ ഹാർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പക്ഷേ ചിലവർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതേസമയം BCom BA ഒക്കെ പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്സ് ആയിരിക്കും ബുദ്ധിമുട്ട് വരാം. അവരെന്ത് ചെയ്യുക, ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. BSc പഠിച്ചിട്ട് BTech പഠിച്ചിട്ടുള്ളവർക്കൊക്കെ BSc പഠിച്ചിട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ബാക്കി സബ്ജക്റ്റ് കറണ്ട് അഫയേഴ്സിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി സബ്ജക്റ്റ് ഒപ്പം പ്രാക്ടീസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് എക്സാംസിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, ഏത് പഠിക്കണം എന്നറിയില്ല. അപ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു സപ്പോർട്ട് സിസ്റ്റം എടുത്ത് പഠിക്കുകയാണെങ്കിൽ, അതായത് ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 3 മാസത്തിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 മാസത്തിൽ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്, സ്റ്റഡി മെറ്റീരിയൽസ് കറക്റ്റായിട്ടുള്ളത് ആവശ്യമാണ്, പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കളക്ഷനും കാര്യങ്ങളൊക്കെ വളരെ ഒരു ടാസ്ക്കാണ്. ഇതൊക്കെ കണ്ടുപിടിക്കുക, അത് കറക്റ്റാണോ എന്ന് അറിയാതെ നമ്മളിരുന്ന് പഠിക്കേണ്ടി വരും. എവിടെ നിന്ന് പഠിക്കണം, ഏത് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസം എയിം ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ല കുറേ ടൈം ഇതിലേക്ക് ചിലവാക്കാൻ താല്പര്യമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരുടെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് കിട്ടും, സ്റ്റഡി പ്ലാൻസ് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ മെറ്റീരിയൽ കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന എക്സാംസ് നോക്കിയാൽ IBPS ക്ലർക്കാണ് നമുക്കിനി October 4 വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ October 4 പ്രിലിംസ് എക്സാം കഴിഞ്ഞ് നമുക്ക് മെയിൻസ് വരുന്നത് November 29 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം പീരീഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും
ഒരു 1.5 മാസത്തിന് മുകളിൽ നമുക്ക് എന്തുണ്ട്, മെയിൻസിലേക്ക് ഉള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിലേക്ക് 1.5 മാസത്തിനധികം സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ മെയിൻസിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതും ക്രാക്ക് ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് 6 to 8 മന്ത് ന്യൂസുകളാണ് നമുക്ക് അവിടെ വരുന്നത്. എന്താണോ എക്സാം അതിൻ്റെ ലാസ്റ്റ് 6 to 8 മന്ത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ആ കറക്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും തരിക. നിങ്ങൾ ഫുൾ സിലബസും കവർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വർക്കൗട്ട് ചെയ്യിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു 3 മന്ത് ഈസി മതിയായിരിക്കും, ധാരാളം തന്നെ ആയിരിക്കും. അതുപോലെ ഇനി പിന്നെ വരുന്ന എക്സാമാണ് RRB PO. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വരുന്ന IBPS ക്ലർക്ക് നിങ്ങൾക്ക് എഴുതി ക്ലിയർ ആവാൻ പറ്റിയില്ല എങ്കിലും പേടിക്കണ്ട. തൊട്ടടുത്ത് തന്നെ അടുത്ത എക്സാം വരുന്നുണ്ട്, RRB PO വരുന്നുണ്ട്, അതുപോലെ RRB ക്ലർക്ക് വരുന്നുണ്ട്, SBI ക്ലർക്ക് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വേക്കൻസീസ് ആണ് നമ്മൾ പുറകെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ടോപ്പിക്ക് തന്നെ പഠിച്ചിട്ട് കുറേ മൾട്ടിപ്പിൾ എക്സാംസ് ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ബെറ്ററായി വരികയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. ഒട്ടും ടൈം അവിടെ വേസ്റ്റ് ആവുന്നില്ല. നമുക്ക് ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇനി ഒത്തിരി വേക്കൻസീസ് ആണ് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു ടൈം ഒക്ടോബർ വരെ നമുക്ക് സമയമുണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാം. പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ 1.5 മാസം അവിടെ ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ മെയിൻസിൻ്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിസൾട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് പ്രമ്യയുടെ ഒരു വീഡിയോ. 6 മന്തിലാണ് പ്രമ്യ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ നിന്ന് കർണാടക ബാങ്ക് ക്ലിയർ ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. അതുപോലെ 1 മന്തിൽ ക്രാക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ ഫുൾ സിലബസും കവർ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്ട്രോങ് ഏരിയയും വീക്ക് ഏരിയയും ഒക്കെ അനലൈസ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. IBPS ക്ലർക്ക്, SBI ക്ലർക്കിൻ്റെയും RRBയുടെയും ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. താങ്ക്